ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഈ ബാപ്റ്റിസം സെറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ അങ്ങനൊരു റെഫറൻസുമായിട്ട് നമ്മുടെ കസ്റ്റമർ വന്നു കഴിയുമ്പോഴേക്കും നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ചെയ്തൊരു സെറ്റാണ് ഇത്. ആകെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് എന്ന ഇമേജിലെ ഡ്രസ്സിൽ ഉപയോഗിച്ചിട്ടുള്ള ലേസൊന്നും നമുക്ക് ഇവിടെ അത്ര ഈസി ആയിട്ട് കിട്ടുന്നതല്ല. മാക്സിമം നമ്മൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ലേസാണ് വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് ആ ഒരു കണക്റ്റിംഗ് ലേസൊക്കെ കൊടുത്തിട്ടില്ലേ, അത് ഏകദേശം ആ ഒരു പിക്ചറിനോട് സിമിലർ ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാ സെറ്റും നമ്മൾ ചെയ്യണതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ക്യൂൽറ്റിൻ്റെ സൈഡിൽ നമ്മൾ ചെറിയ ഒരു പേസ്റ്റൽ ബ്ലൂവിൽ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ക്യൂൽറ്റ എംബ്രോയ്ഡറി ഉണ്ട്. ഷൂ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. ടിയാര ആണെങ്കിലും നമ്മൾ ഈ ഒരു കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ക്യാൻഡിലായിരുന്നു. ക്യാൻഡിലിൽ റിബൺ കൊടുത്തിട്ടുണ്ട്. റിബണിലാണ് നമ്മൾ കുഞ്ഞിൻ്റെ ഫുൾ നെയിം ആക്രിലിക്കിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുൾ സെറ്റ് വൈറ്റും ബേബി ബ്ലൂവും തീമിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒത്തിരി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സെറ്റാണിത്. അതോടൊപ്പം 2 ഫ്രിഡ്ജ് മാഗ്നറ്റ് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായി. കുഞ്ഞിൻ്റെ ഫോട്ടോയും തന്നിട്ടുണ്ടായി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് 2 അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ബോക്സ് ഉൾപ്പെടെയുള്ള ഒരു ബാപ്റ്റിസം സെറ്റായിരുന്നു ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. കുഞ്ഞതിട്ടിട്ടുള്ള ഫോട്ടോയും കൂടി ഞാൻ ഇതിനൊപ്പം കൊടുത്തേക്കാട്ടാ.